വിവാദ പരാമർശങ്ങളിൽ ഒട്ടും പുറകോട്ടില്ലെന്ന് പി.സി. ജോർജ്. മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾക്ക് ജയിലിലായ ജോർജ് ഇത്തവണ കയറിപ്പിടിച്ചത് വീണ്ടും ലവ് ജിഹാദിലാണ്. പി.സിയുടെ കണക്കുകൾ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ നഷ്ടപ്പെട്ടു. തെളിവുകൾ എന്തെന്ന് ചോദിച്ചപ്പോൾ പി.സിക്ക് മറുപടിയുമില്ല. ഇങ്ങനെയായിരുന്നു ന്യൂസ് 8നോട് രാവിലെ ഈ വിഷയത്തിൽ വിശദീകരണം നൽകിയത്. ചേട്ടാ, വിവാഹം കഴിച്ച് പോകണമെങ്കിൽ നല്ലതാണ്. എനിക്ക് തർക്കമില്ലെന്ന്. ഇപ്പം മറ്റു മതസ്ഥരെ കല്യാണം കഴിക്കാം, വളരെ എന്നാ കുഴപ്പം. പക്ഷെ ഇതല്ല, ഇവിടുന്ന് കല്യാണം കഴിച്ച് കൊണ്ടുപോകും, പിന്നെ എവിടെ പോയെന്ന് അറിയത്തില്ല. ഞാൻ അറിയുന്നത് അതുങ്ങളൊക്കെ ജീവിതം കട്ടപ്പയ്യായെന്ന് മനസ്സിലായില്ലേ. അതിന്റെ വിശദാംശയ്ക്ക് ഞാൻ കിടക്കും. നിങ്ങൾക്ക് ചാനലൊക്കെ ഉണ്ട്, അന്വേഷിക്കൂ. എന്റെ വായിന്ന് തന്നെ കേൾക്കണമെന്ന് പിടിക്കണം. പൊതുപ്രവർത്തകർ ഇത്തരത്തിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സമൂഹത്തെ ബാധിക്കുന്ന, പ്രത്യേകിച്ചും ഒരു സമുദായത്തിനെതിരെ, അതിന് കൃത്യമായ തെളിവുകൾ വേണം. നിരവധി ഏജൻസികൾ അന്വേഷിച്ച് തെളിവില്ലെന്ന് കണ്ടെത്തിയ വളരെ ഹെക്റ്റിക്കായ ഒരു വിഷയം പി.സി. വീണ്ടും ഉയർത്തുന്നത് എന്തിനാണ്? ബി.ജെ.പി. നേതാക്കൾ പറയാൻ മടിക്കുന്ന വിഷയങ്ങളിൽ പി.സി. മുന്നിൽ നിൽക്കുന്നത് ആരുടെ താല്പര്യത്തിലാണ്? പി.സിയുടെ ലക്ഷ്യം ഒരു സമുദായത്തെ മാത്രമാകുമ്പോൾ അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്? പി.സി. ഇനിയും വായടക്കില്ലേ?